ഹായ് ഹലോ, ഇന്ന് ഏറ്റവും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ചെമ്മീൻ മസാല അല്ലെങ്കിൽ ചെമ്മീൻ റോസ്റ്റ് എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണെന്ന് നോക്കാം. പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. നാടൻ കറികൾക്ക് വെളിച്ചെണ്ണയാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് ആഡ് ചെയ്തു. അതിലേക്ക് നല്ലോണം ചോപ്പ് ചെയ്ത സവാള ആഡ് ചെയ്തു. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തു. ഇത്രയും നല്ലോണം വഴറ്റി കഴിഞ്ഞതിന് ശേഷം സവാളയുടെയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെയും പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ ബാക്കി മസാലപ്പൊടികൾ ആഡ് ചെയ്യുകയാണ്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇത്രയാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ പുളിക്കായിട്ട് ഞാനിതിൽ തക്കാളി അല്ലെങ്കിൽ കുടംപുളി ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഇത് പുളി ഇല്ലാത്തൊരു റോസ്റ്റാണ്. ഇത്രയും ആഡ് ചെയ്തിട്ട് നല്ലപോലെ അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നല്ലപോലെ വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് ഇത് ചെമ്മീൻ ക്ലീൻ ചെയ്തതിൽ ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടി തിരുമ്മി വെച്ചിരുന്നതാണ്. അത് ഈ മസാലയിലേക്ക് നമ്മൾ മൂത്ത് കിട്ടിയ മസാലയിലേക്ക് ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞ് ആ പാത്രം കഴുകി ഒരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടാവും. അതും ഒഴിച്ച് ഈ നല്ലവണ്ണം മസാലയിൽ കോട്ട് ചെയ്ത് ചെമ്മീനെ പൊതിഞ്ഞ് അത് അടച്ച് വെച്ച് കുക്ക് ചെയ്യുകയാണ് നമ്മൾ. അത് ചെമ്മീൻ വേവാൻ അധികം സമയം എടുക്കില്ലല്ലോ. ഇടയ്ക്ക് ഒന്ന് എടുത്ത് 2 പ്രാവശ്യം ഇളക്കി കൊടുത്തായിരുന്നു. അത് നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് അടിയിലൊന്നും പിടിച്ചിട്ടില്ല. അങ്ങനെ അത് ചെമ്മീൻ വെന്തെന്ന് അറിയുമ്പോൾ മസാലയിൽ നിന്ന് കുറച്ച് എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരാൻ തുടങ്ങും. അപ്പോൾ അത് നല്ലോണം വരണ്ട് കിട്ടിയെന്ന് കാണുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഓരോ ചെമ്മീനും നല്ലോണം മസാലയിൽ കോട്ട് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് അങ്ങനെ എടുക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് കുറച്ചധികം ഞാൻ സവാള എടുത്തായിരുന്നു. അതിനനുസരിച്ച് സവാളയുടെ അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം.